ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിക്ക് പകരം ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു വറുത്ത ചമ്മന്തി, അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതിൻ്റെ പ്രധാന ചേരുവ ഈ തേങ്ങ തന്നെയാണ്. ഇത് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളി, ഇതിനൊരു 6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, കടുക് വറുക്കാനായി 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 3 വറ്റൽമുളക്, 4 ചെറിയ ഉള്ളി, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. തീ കുറച്ച് വെക്കണം, കരിയരുത്. ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി. മുളകിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. അതിലേക്ക് ഉള്ളി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ വലുത് മാത്രം ഒന്ന് പിളർന്നിട്ടിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. എല്ലാം തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യണം. എൻ്റെ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇന്ന് വാടി വന്നിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യുന്നതിന് മാറ്റാം. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ച് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഈ തീയിൽ പോലെയൊന്നും ചുവന്ന് വരണ്ട. ഇത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ ഈ വെള്ളം ഒന്ന് വറ്റി വരണം തേങ്ങയ്ക്കകത്ത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ആ കൂടെ തന്നെ പൊട്ടുകടലയും ചേർക്കാം. തേങ്ങ നന്നായിട്ട് ചൂട് കയറി വന്നിട്ടുണ്ട്, അതിൻ്റെ വെള്ളമയം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതെല്ലാം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് ചൂടേറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കണം. അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് വറ്റൽമുളക്, വറുത്ത് വെച്ച ഉള്ളിയും ഇഞ്ചി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെയുള്ള ചമ്മന്തി അരച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പം ചമ്മന്തി നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ചൂടാക്കുന്നില്ല. ഇനി ഇതിനൊന്ന് കടുക് വറുക്കണം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. കടുക് പൊട്ടിയിലേക്ക് ഉഴുന്ന് പരിപ്പ്, ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാം. ചുവന്ന മുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ചേർക്കാം. ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിക്ക് പകരം ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.